രാജ്യത്ത് ഏറെ പ്രാധാന്യം നേടിയിട്ടുള്ളതും എത്ര കാലം കഴിഞ്ഞാലും മാറ്റാൻ കഴിയാത്ത ഒരു പ്രക്രിയയാണ് വികസനം. ആധുനികവൽക്കരണം, വ്യവസായവൽക്കരണം, സാമൂഹിക മാറ്റം, സാമ്പത്തിക വളർച്ചയിലുള്ള മുന്നേറ്റം, ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ക്ഷേമത്തിലുമുള്ള പുരോഗതി എന്നിവയിലൂടെ രാജ്യത്തിന്റെ വികസനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്നാൽ ഈ ഘടകങ്ങൾ മാത്രമല്ല രാജ്യത്തെ തൊഴിൽ നിരക്കിലൂടെയും വികസനത്തെ വിലയിരുത്താൻ കഴിയുന്നതാണ്. ജനങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിലേ നിർമ്മാണ മേഖലയിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ. അതിനായി രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും മത്സര ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ കേരളം ലജ്ജിക്കുമോ എന്നതാണ് ചോദ്യം. കാരണം മറ്റൊന്നുമല്ല, 2024 പുതിയ കണക്കനുസരിച്ച് മിനിമം വേതനത്തിലും തൊഴിൽ സൗഹൃദത്തിലും 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്ന് തൊഴിലില്ലായ്മ നിരക്കിലും 1-ാം സ്ഥാനത്താണ് എന്ന റിപ്പോർട്ടാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 31.8% എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. 15 മുതൽ 29 പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം യുവാക്കളേക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതരായിട്ടുള്ളത്. 15 മുതൽ 29 വയസ്സ് വരെയുള്ളവരെ നോക്കിയാൽ 46.6% സ്ത്രീകൾ തൊഴിൽ രഹിതരാണ്. ആളുകളുടെ സാമൂഹിക സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നത് പിന്തിരിപ്പിക്കുന്നതിനാൽ ഈ കണക്ക് ഇങ്ങനെ തന്നെ തുടരും. അതേസമയം ഈ പ്രായത്തിൽപ്പെട്ട 24.3% യുവാക്കളും തൊഴിൽ രഹിതരാണെന്നാണ് സർവേ റിപ്പോർട്ട്. കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ, തെലങ്കാന, രാജസ്ഥാൻ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള സംസ്ഥാനം ഡൽഹിയാണ്. നിലവിൽ ആവശ്യമായ വിദ്യാഭ്യാസമോ അടിസ്ഥാന സൗകര്യങ്ങളോ വളർച്ചയോ ഇല്ലാത്ത പക്ഷം തൊഴിൽ രഹിതരായി തന്നെ ആളുകൾ ജീവിക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ ആവശ്യമായ വിദ്യാഭ്യാസമോ അടിസ്ഥാന സൗകര്യങ്ങളോ വളർച്ചയോ ഇല്ലാത്ത പക്ഷം തൊഴിൽ രഹിതരായി തന്നെ ആളുകൾ ജീവിക്കേണ്ട അവസ്ഥയാണ്. കൂടാതെ തൊഴിലില്ലായ്മ ദാരിദ്ര്യത്തിന് കാരണമാവുകയും തൊഴിലില്ലാത്തവർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുകയോ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വർദ്ധിക്കാനുള്ള കാരണമാവും. രാജ്യത്തിന്റെ സമ്പാദ്യം മുഴുവൻ കീശ നിറയ്ക്കാനും അനാവശ്യ ചെലവിനായി ഉപയോഗിക്കുന്തോറും ഈ കണക്ക് ഇങ്ങനെ തന്നെ തുടരും.